പലതരത്തിലുള്ള നറേറ്റീവ്സ് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇപ്പം ഈ കടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഈ ഒരു പ്രശ്നം ഫിസിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് 1990 മുതലേ കേരളം തകരുകയാണെന്ന് പറഞ്ഞിട്ടുള്ള നറേറ്റീവ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. 1990 സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് കാണുന്നതല്ല. ആക്ച്വലി വി ഹാവ് സം പ്രോബ്ലം. ഈ ഫണ്ട് റേസ് ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉൽപാദനം ഇല്ലാത്തതിൻ്റെ ഒക്കെ തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിനെ കേരളം അതിജീവിച്ച് നാൾക്ക് നാൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണാതിരിക്കരുത്. കാരണം നമ്മുടെ ഒരു 20 വർഷത്തെ ഇപ്പോൾ ലാസ്റ്റ് 20 ഇയേഴ്സിൻ്റെ ഒരു നമ്മളെ ഈ ഡെറ്റ് GDP റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 30% നിൽക്കുന്ന 31 to 28 to 31 എന്നുള്ള വിൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് കാണാൻ പറ്റിയത്. എക്സെപ്റ്റ് ലാസ്റ്റ് ഇയറിലെ അതായത് CAG റിപ്പോർട്ട് നേരത്തെ പറഞ്ഞ 23-24 22-23 ഈ 2 പീരീഡിലും നമ്മുടെ ഈ പറയുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ വല്ലാതെ താഴേക്ക് വന്നിട്ടുണ്ട്. ഇതിന് 2 കാരണമാണ് ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ വലിയ തോതിൽ നമ്മുടെ GDP കോൺട്രാക്ഷൻ ഉണ്ടായപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡെറ്റിൻ്റെ അളവ് റേഷ്യോ അനുസരിച്ച് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാളും അൺപ്രസിഡന്റഡ് ആയിട്ടൊരു ഡെറ്റ് സർക്കാർ വായ്പ എടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അതിന് തെളിവില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ 1 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് അങ്ങനെയാണെങ്കിൽ 67% എന്ന് പറയുമ്പം വലിയ എമൗണ്ട്, അത് നമ്മൾ സംസാരിക്കാറില്ല. അപ്പം കേരളത്തിന് ഇപ്പോൾ പറയുന്ന ഈ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 37% ഡെറ്റ് GDP റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വലിയ നമ്മൾ ലക്ഷത്തിൻ്റെ കണക്കൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ GDPൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഏകദേശം 10 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്, താഴെയല്ല മുകളിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ GSDP-യിൽ കാണേണ്ടത്. ഈ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കും ഈ കടമെടുപ്പും തമ്മിൽ ആൾക്കാർ അതിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ 36% അല്ലെങ്കിൽ 38% ഏറ്റവും ലിബറലായിട്ട് പറഞ്ഞാൽ പോലും അത്രയുണ്ടെങ്കിൽ പോലും കേരളത്തിൻ്റെ വളർച്ചാ റേറ്റ് നമ്മൾ റിസൈഡ് ചെയ്യുന്ന ഒരു കാഴ്ച കേരളത്തിൽ കുറവാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ വളർച്ചകളിൽ ഏത് സ്റ്റേറ്റിൻ്റെയും വളർച്ചകളുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ഓഫ് കോഴ്സ് ഈ പോസ്റ്റ് കോവിഡിൻ്റെ പീരീഡിലെല്ലാം ഉണ്ടായിരുന്ന കോൺട്രാക്ഷനും ഇപ്പോഴും ആഗോളതലത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള മാന്ദ്യവും കേരളത്തിനെയും ബാധിക്കുന്നുണ്ട്, ഇന്ത്യയും ബാധിക്കുന്നുണ്ട്. 23-24 ഏതാണ്ട് 10.2% നോമിനൽ ഗ്രോത്ത് ഉണ്ടാകുന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഏകദേശം അത് അത്രയും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടാക്സ് കളക്ഷന്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടാക്സ് കളക്ഷന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിന് കെടുകാര്യസ്ഥത ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഓൺ വാട്ട് ഗ്രൗണ്ട് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നമ്മുടെ ടാക്സ് കളക്ഷനും അതുപോലെ തന്നെ ടോട്ടൽ വരുമാനം, ടാക്സിൽ നിന്നുള്ള വരുമാനത്തിന്റെ അളവ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ 3 വർഷത്തെ കണക്ക് തുടർച്ചയായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലൊക്കെ എവിടെയാണ് നമ്മുടെ കെടുകാര്യസ്ഥത എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എനിക്ക് തോന്നുന്നത് അത് വലിയ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇനി ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണെങ്കിൽ ബജറ്റ് ഇപ്പോൾ സർക്കാർ ഈ വർഷം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഏകദേശം 1,90,95,000 കോടി രൂപ, 90-95,000 അല്ലെങ്കിൽ ചിലപ്പോൾ 2 lakhs അടുപ്പിച്ചേക്ക് നമ്മൾ നമ്മുടെ ബജറ്റിലേക്ക് കൊണ്ടുപോകും. ഒരു 10% ഗ്രോത്ത് വന്നാൽ തന്നെ അത്രയും വരും. അപ്പോൾ ഇത്രയും ഒരു എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത്രയും റിയലൈസ് ചെയ്യണമെന്നില്ല. കാരണം ഈ കഴിഞ്ഞ വർഷത്തെ തന്നെ 75% നമ്മൾ ആയിട്ടില്ല. അപ്പം ഒരു 1,50,000 കോടി രൂപയോളം ചെലവാക്കുന്ന ബജറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഏകദേശം 1,10,000 കൂടുതൽ നമുക്ക് വരുമാനം കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്ക്. അപ്പൊ ഇത് തന്നെയായിരിക്കും ചിലപ്പോൾ നാളെ പറയുക, എനിക്കറിയില്ല. കാരണം അളവിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ ഈ കുറെ കാലമായിട്ട് ഇപ്പം നമ്മൾ തകർന്നു. ഇപ്പൊ 20 തകരുമെന്നാണ് ഫിനാൻസ് മിനിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കിന് അനുസരിച്ച് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. വി വിൽ ഗ്രോ ഔട്ട് ഓഫ് ഓൾ ദിസ് ഡെറ്റ് ക്രൈസിസ് ആൻഡ് ഓൾ. പക്ഷേ നമ്മുടെ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വികസന പരിപ്രേക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മോഡൽസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് സോഷ്യൽ സെക്ടർ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരു തരത്തിലുള്ള പിന്നോക്കം പോക്കും ഈ വർഷവും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.